ഹായ് ഗേസ്, നമസ്കാരം. കേറ്റോൺ ഫിലിംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം. എല്ലാവർക്കും എൻ്റെ പുതുവത്സര ആശംസകൾ. അപ്പോൾ എൻ്റെ കൊച്ചു കൊച്ചു വീഡിയോസുകളൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് അറിയിച്ചതിൽ ഒരുപാട് നന്ദി ഞാൻ അറിയിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇതിക്ക് മുന്നേ ഒരു വീഡിയോ ഇവിടുത്തെ ഈ ബോട്ട് നിർമ്മാണശാലയിൽ ബോട്ട് എങ്ങനെ ഫസ്റ്റ് നിർമ്മിച്ച് തുടങ്ങുന്നു എന്നൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ബോട്ടിൻ്റെ എല്ലാ പണികളും കഴിഞ്ഞിരിക്കുകയാണ്, ഫുള്ള് ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ ഗെയ്സ്, നമ്മളുടെ ഈ ബോട്ടിനെ കുറിച്ചുള്ള കുറച്ച് ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാൻ നമുക്കിവിടെ ഒരു പ്രദീപേട്ടനുണ്ട്. അപ്പം നമുക്ക് പ്രദീപേട്ടൻ ഒന്ന് വിളിക്കാൻ ഞാൻ കാണിച്ചു തരാം. പ്രദീപേട്ടാ, ഹായ്. ഇതാണ് നമ്മുടെ പ്രദീപേട്ടൻ. നമുക്ക് ഈ ബോട്ടിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽ കാര്യങ്ങളും ആ ബോട്ടിൻ്റെ ഇപ്പോഴത്തെ രീതിയും ഒരു പണി കഴിഞ്ഞ ബോട്ടിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് വീഡിയോ നമ്മളിപ്പോൾ ഒന്ന് കാണിക്കുന്നതാണ്. ഇതിനെ വെള്ളം നീര് തൊട അല്ലേ? നീരണിയ എന്ന ഒരു ഇതിലേക്കാണ് നമ്മളിപ്പോൾ പോണത്. അപ്പൊ എല്ലാവർക്കും ആ വീഡിയോ ഞങ്ങൾ ഇന്ന് കാണിച്ചു തരുന്നതായിരിക്കും. നമുക്ക് വീഡിയോയിലേക്ക് പോവാം അല്ലേ? ഓക്കെ, ഡൺ. അതെ അതെ, ഈ ട്രോളിലാണ് ഇറക്കണത്. നമ്മൾ കഴിഞ്ഞ തവണ ഇത് ചെയ്യണ കാര്യങ്ങളെ പറ്റി ഒന്ന് വിശദീകരിച്ചിരുന്നു. ഇതിന്റെ കാര്യങ്ങളെല്ലാം ചെയ്യണത് നമ്മുടെ ബ്രോയാണ് ചെയ്യണത്. ഇതാണ് നമ്മ സെറ്റ് ചെയ്യണത്. അതായത് മറ്റേ റെയിൽമിലോട്ട് അവരായി കഴിഞ്ഞാൽ ട്രോളിയിലോട്ട് സെറ്റ് ചെയ്യണത് നമ്മളാണ്. അത് കഴിഞ്ഞിട്ടൊന്ന് വയറോപ്പാട് ഇണക്കിയിട്ട് വേറെ വയറോപ്പ് വെച്ച് വലിക്കും. അതിൻ്റെ നീറ്റിലോട്ട് വിടും. നീറ്റിൽ നിന്ന് ഇതുപോലെ തന്നെയാണ് നമ്മ വെള്ളത്തിലിറങ്ങിയിട്ട് സെറ്റ് ചെയ്യും. അത് വേറൊരു വീഡിയോയിൽ നമുക്ക് കാണാം. എന്നുവെച്ചാൽ സമയം എടുക്കും കുറച്ച്. ഇത് കുറച്ച് ഭാരമുള്ള പണിയായിട്ട് തോന്നിയില്ല? ഭാരമുള്ള പണിയായിട്ട് അങ്ങനെ എനിക്ക് തോന്നിയില്ല. വെച്ചാല് നമ്മ അന്നെ കൊണ്ട് നടക്കണം ഭാരമുള്ള പണിയാണ്. അത് തന്നെ വണ്ടി പോണതും ഫ്ലൈറ്റ് ഓടിക്കണതൊക്കെ ഭാരമുള്ള പണി തന്നെയാണ്. എന്ന് വെച്ചാല് റിസ്ക് ഇല്ലാത്ത വർക്കില്ലല്ല. അപ്പൊ നമ്മ ചെയ്യണ പണി ഉത്തരവാദിത്തോട് ചെയ്യാം. ഭാരമല്ല. ഇതാണ് സംഭവം അല്ലേ? ആണ് സംഭവം. അന്ന് വന്നപ്പോ ഇതൊന്നും ഫിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഇത് എനിക്ക് കണ്ടിട്ട് ചെമ്പ് പോലെയൊക്കെ തോന്നുന്നുണ്ട്. അതെന്താ സംഭവം? ഇത് നമ്മളന്ന് പറഞ്ഞിരുന്നല്ല, അന്ന് നമ്മള് അന്നത്തെ വീഡിയോ എടുത്തപ്പോ ഈ ഒരു ഭാഗത്ത് നമ്മള് ഇത് ഫിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഈ ഷാഫ്റ്റും ഈ പങ്കൊന്നും നമ്മളന്ന് ഫിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഫിറ്റ് ചെയ്ത ശേഷമാണ് ഇത് സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ 100 mm ഷാഫ്റ്റ് ആണത്. പിന്നെ അതുപോലത്തെ ഈ പങ്ക, ഇത് നമ്മൾ പങ്ക എന്നാണ് പറയണ. ശരിക്കും നമ്മൾ പുറത്തൊക്കെ അറിയുമ്പോൾ എന്നാണ് പ്രൊപ്പല്ലർ എന്നൊക്കെയാണ് നമ്മൾ അതിനെ പറയണത്. പക്ഷെ ഇവിടെ നമ്മൾ പറയണ പങ്ക. ആദ്യമുള്ള പങ്കൾ എന്ന് പറഞ്ഞാൽ ശരിക്കും 3 ലീഫ് പങ്കുകളായിരുന്നു. അതിപ്പോ കാലക്രമേണ ഇപ്പൊ 3 കഴിഞ്ഞ് 4 ആയി. ഇത് 5ാമത്തെയാണ്. ഈ ലീഫ് 5ാമത്തെയാണ്. ഇത് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഒരു പങ്കയാണ്. ഇത് മാഗ്നസ് ബ്രോൺസ് ആണ്. അപ്പൊ ഇതിന്റെ അളവ് പറയണത് 72 ഇഞ്ച് പങ്ക എന്നാണ് ഇതിനെ പറയുന്നത്. 72 ഇഞ്ച്. അതായത് സെന്റർ ടു ഇവിടെ ഈ ഒരു ഭാഗം 36 ഇഞ്ച്. അങ്ങനെയാണ് അത് കണക്ക് കൂട്ടണം. അപ്പൊ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഒരു പങ്കയാണ്. ഇതാണ് നമ്മൾ അന്ന് പറഞ്ഞിരുന്നത്. നമ്മൾ ഈ ഒരു ഗ്യാപ്പ് അന്ന് കാണിച്ചിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവും തോന്നണം. ഈ ഒരു ഗ്യാപ്പ്, ഇത് ചുക്കായ എന്നാ പറയണം. ഈ ബോട്ടിനെ തിരിക്കാനുള്ള ഇത് ചുക്കായ. ഇത് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഇവര് ബോട്ടിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റണത്. ഈ ഒരു ചുക്കായ ഉപയോഗിച്ചാണ്. ഇതിന്റെ കണക്ഷൻ പോണത് അവിടെ ഫ്രണ്ടിലുള്ള സ്റ്റിയറിംഗിലേക്കാണ്. അത് നമ്മൾ കാണിച്ചിരുന്നു. അതൊക്കെ അന്നത്തെ വീഡിയോയിൽ. മുകളിലേക്കോ ഇങ്ങോട്ടല്ലേ അന്നത്തെ അല്ലേ? അതെ അതെ, ഇതാണ് സാധനം. ഇപ്പൊ എങ്ങനെയുണ്ട്? അടിപൊളിയായില്ലേ? ഇതിപ്പോ അവരെ ഫൈബർ ചെയ്തേക്കേണ്ട. ഫൈബർ ചെയ്യുക പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പെട്ടെന്ന് തുരുമ്പ് കയറണ ഒരു കാരണേ എല്ലാം ഫൈബർ ചെയ്തേക്കണം. ബോക്സും ഇതൊക്കെ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ പെയിന്റ്, അല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ ഫൈബർ ചെയ്തേക്കാണ്. ഇതിലാണ് കയറ്റണത് റോപ്പ്. ഇതാണ് പൊസിഷൻ. നമുക്ക് അതിന്റെ ഡിഗ്രി അനുസരിച്ചാണ് ഈ വീഞ്ച് സെറ്റ് ചെയ്തേക്കണം. ഇതിന്റെ പൊസിഷൻ അനുസരിച്ചിട്ടാണ് അവിടെ അതൊരു ഗ്യാലോസ്, അതനുസരിച്ചാണ് അതൊക്കെ സെറ്റ് ചെയ്തേക്കണം. ഇതൊക്കെ നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളുകളാണ് ഇത് ചെയ്യുന്നത്. വർഷങ്ങളായിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണ് ചെയ്യണത്. അപ്പോൾ അവർക്കത് നന്നായിട്ട് ഇതിനെ ചെയ്തിട്ടുണ്ടല്ലോ. നമ്മളന്ന് പറഞ്ഞിരുന്നത് ഇതിന്റെ കണക്ഷൻ പോണത് എഞ്ചിനായിട്ടാണ്. കണ്ട, ഇപ്പൊ ഇവിടെ ഒരു ഗിയർ ബോക്സ് ആയിട്ട് ഒരു യൂണിവേഴ്സിൽ പിടിപ്പിച്ചിട്ടുണ്ട്. അത് ഒരു മെഷീൻ ഷാഫ്റ്റ് മുഖേന ഉള്ളിലേക്ക് പോയിട്ടുണ്ട്. അതെ. അപ്പൊ നമുക്ക് എൻജിൻ റൂമിലേക്ക് ഒന്ന് ഇറങ്ങി നോക്കാം. ഇതിങ്ങനെ കുത്തനെ ഇങ്ങനെ ഇറങ്ങണം. അടിപൊളി കേട്ടാ. ആദ്യമായിട്ടാണ് ഒരു ബോട്ടിന്റെ എൻജിൻ റൂമിലേക്ക് ഇറങ്ങുന്നത്. നിങ്ങളെ ഞാൻ ആ വീഡിയോ ഇപ്പൊ തന്നെ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പൊ നമ്മൾ എൻജിൻ റൂമിലേക്ക്. ഓക്കെ, അങ്ങനെയുണ്ട്. അടിപൊളിയല്ലേ?
അടിപൊളി. ഇത് നമ്മളന്ന് പറഞ്ഞിരുന്നില്ല വീഞ്ചിന്റെ കണക്ഷൻ. വീഞ്ചിന്റെ കണക്ഷൻ പോണത് ആ മുകളിൽ കാണുന്ന ആ വലിയ ഷാഫ്റ്റ് കണ്ട, ആ ഷാഫ്റ്റ് അവിടെ വീഞ്ചായിട്ട് ഘടിപ്പിച്ചിട്ടുണ്ട്. അവിടെ ഒരു യൂണിവേഴ്സൽ മുഖേന പിടിപ്പിച്ചിട്ട് അത് ഇവിടെ ഇപ്പുറത്തെ ഒരു പുള്ളി വന്നിട്ടുണ്ട്. ആ പുള്ളിന്ന് ബെൽറ്റ് മുഖേന അടുത്തൊരു പുള്ളിയിലേക്ക് അത് അതിന്റെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ മുകളിൽ വലിയ പുള്ളി, ഇവിടെ ചെറിയ പുള്ളി. അത് കഴിഞ്ഞിട്ട് പിന്നെ അത് വേറൊരു മീഡിയം ഉള്ള പുള്ളി ഇട്ടിട്ടാണ് ഇവിടത്തേക്ക് കണക്ഷൻ. അതതിന്റെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രീതിയിലാണ് ചെയ്തേക്കണേട്ടാ. അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ കണക്ഷൻ വരുന്നത്. ഞാൻ അന്ന് പറഞ്ഞിരുന്നല്ല എഞ്ചിനായിട്ട് കണക്ട് ചെയ്യണം. ആ കണക്ഷൻ ഇങ്ങനെയാണ്. ഇത് പവർ ടേക്ക്, അത് എഞ്ചിനായിട്ട് ഘടിപ്പിച്ചേക്കണെയാണ്. അപ്പൊ ഈ പവർ ടേക്ക്, ഈ ബെൽറ്റ്, ഈ പുള്ളി, അടുത്ത പുള്ളി, അതിന്റെ അടുത്ത പുള്ളി ടു വീഞ്ചി, അങ്ങനെയാണ് അതിന്റെ പ്രവർത്തനം നടക്കണം. പിന്നെ ഇപ്പോഴത്തെ വലിയ ബോട്ടുകളല്ലേ, നമ്മുടെ ഈ ബോട്ട് എന്ന് പറഞ്ഞാൽ 100 അടി ബോട്ടാണത്. അതിനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളും എല്ലാവരും ഉണ്ടാവും. ഇത് അതുപോലെ ഡീസൽ ടാങ്ക്, ഇത് ഡീസൽ ടാങ്കാണ്. ഇത് രണ്ടും ഡീസൽ ടാങ്ക്, ഇത് രണ്ടിലും ഡീസലാണ്. ഇത് വാട്ടർ ടാങ്ക്, ഇത് വാട്ടർ ടാങ്ക്. ആയിട്ടുള്ള ടാങ്കുകളാണ് എല്ലാവരും, വാട്ടർ ടാങ്ക് അല്ലെങ്കിൽ ഡീസൽ ടാങ്ക് ആണെങ്കിൽ. അതെ, ഇവർ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇപ്പോൾ വർക്ക് അനുസരിച്ചാണ്, എങ്കിലും മിനിമം ഒരാഴ്ചത്തേക്ക് വർക്ക് ഇതിൽ ചെയ്യും. വർക്ക് കഴിഞ്ഞിട്ട് പണി കഴിഞ്ഞിട്ട് ഇവർ വരുള്ളൂ. അപ്പൊ അതിനുള്ള കാണുന്നത് ചിലതൊക്കെ എന്ന് പറഞ്ഞാൽ 2 ആഴ്ച അത്രയൊക്കെ എടുക്കും. അതുപോലെ ഇത് ജനറേറ്റർ, അവർക്ക് ലൈറ്റിന്റെ, അപ്പൊ എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ ജനറേറ്ററിന്റെ സൈലൻസറാണ് ഈ പോയേക്കണം. അപ്പൊ എഞ്ചിൻ അത് ഡീസൽ ഇതിനുള്ള ഡീസലാണ്. അപ്പൊ അന്നത്തേലും ഉഷാറായിട്ടുണ്ട്. പിന്നെ അന്നോ പറഞ്ഞില്ലേ സംഭവം എല്ലാം അടിപൊളി. ഇത് സ്റ്റിയറിംഗ് ആണ്. ഇതാണ് അവിടെ അടിയിൽ കാണിച്ചിരുന്ന ചുക്കായിട്ട് കണക്ട് ചെയ്യണ, അതാണ് സ്റ്റിയറിംഗ്. അപ്പൊ ഇതിന്റെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ഇതിന്റെ സ്രാങ്കാണ്. ഇതിന്റെ പ്രധാനപ്പെട്ട ഈ ബോട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ എന്ന് പറഞ്ഞാൽ സ്രാങ്കാണ്. സ്രാങ്കാണ് ഇതിന്റെ കാര്യങ്ങളെല്ലാം ലീഡ് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ ഈ ബോട്ടിന്റെ സ്രാങ്ക്. സ്രാങ്ക് പേരെന്ന് പറഞ്ഞു രൂപേഷ്. തമിഴ്നാട് കന്യാകുമാരി ഡിസ്ട്രിക്ട് കോടിമല എന്ന് പറഞ്ഞ സ്ഥലം. കോടിമലയിലൊക്കെ നല്ല ഫിഷിങ്ങിന്റെ ഏറ്റവും അഗ്രഗണ്യന്മാരായ ആളുകളുള്ളതാണ്. ഈ സ്രാങ്കാല പേരെടുത്ത സ്രാങ്കാണ്. അപ്പൊ ഇവരെ മുതലാളിയുടെ കൂടെ വേറൊരു ബോട്ടുണ്ട്. ഈ ബോട്ടിന്റെ പേര് ആൽഫ, ഇതിന് മുമ്പുള്ള ബോട്ടിന്റെ പേര് ആൽഫ. അപ്പൊ സ്രാങ്കിന് പുതിയൊരു ബോട്ട് വെച്ച് കൊടുത്തേക്കാണ് മുതലാളിമാര് അടിപൊളിയായിട്ട്. സ്രാങ്ക ഈ ബോട്ടിന് നല്ല വിജയങ്ങൾ ഉണ്ടാവട്ടെ. ഞങ്ങളുടെ എല്ലാവരും പ്രാർത്ഥന ഉണ്ടാവും കേട്ടാ. നിങ്ങളും നിങ്ങളുടെ കുടുംബത്തിന്, ഇതിന്റെ മുതലാളിമാരെ എല്ലാ കുടുംബത്തിനും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ. ഞാനും ആശംസിക്കേണ്ട നിങ്ങൾക്ക് എല്ലാ വിജയങ്ങളും ഉണ്ടാവട്ടെ, ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ. പിന്നെ മാതാവിന്റെ ഫോട്ടോസ് ഒക്കെ ചെന്ന് ഭക്തിപരമായ നമ്മുടെ മാതാവുണ്ട്. മുകളിലൊക്കെ നമ്മൾ ബസ്സിലാണെങ്കിലും വണ്ടിയിലാണെങ്കിലും ഇത് ബോട്ട് ഇറക്കുന്ന കാണാനായിട്ട് ഒരുപാട് പേര് വന്നിട്ടുണ്ട്. പിന്നെ മുതലാളിമാരും എഞ്ചിനീയർമാരൊക്കെ ആയിട്ടുള്ളവരൊക്കെ ഉണ്ട്. ഇനി നാട്ടുകാരൊക്കെ ഉണ്ട്. ഒരാഘോഷം പോലെയാണ് സംഭവം നടക്കുന്നത് കേട്ടാ. അപ്പൊ നമുക്ക് ബോട്ടിന്റെ മുതലാളിമാരെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഇതാണ് നമ്മുടെ ബോട്ടിന്റെ മേസ്ത്രിയാണ്. ഇതാണ് പ്രധാനപ്പെട്ട ആൾ. അതായത് നമുക്കൊരു കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ എന്തിനേയും പറയാൻ എഞ്ചിനീയർ എന്ന് പറഞ്ഞ പോലെ അതുപോലെ പ്രധാനപ്പെട്ട ആളിന് എഞ്ചിനീയറായ മേസ്ത്രി, ബാബു മേസ്ത്രി, അല്ലെങ്കിൽ ഇപ്പൊ നമ്മളിവിടെ പറയണമെന്ന് പറഞ്ഞ മേസ്ത്രി എന്നാണ് പറയണം. അതുപോലെ ഇത് ആൽബിച്ചേട്ടൻ. ആൽബിച്ചേട്ടൻ ഇതിന്റെ വൺ ഓഫ് ദ ഓണർ. അവിടെ തമ്പിച്ചേട്ടൻ ഇത് ഓണറാണ്. ഇത് ലിജു. വളരെ ചെറുപ്പത്തിൽ തന്നെ ഏറ്റവും ഈ ഒരു വ്യവസായത്തിലേക്ക് കിടക്കുന്ന നല്ല വിജയം കരസ്ഥമാക്കിയ ഒരാളാണ് ലിജു. അതുപോലെ ഈ ടീമുകളെല്ലാവരും ഈ ബോട്ടായിട്ട് ബന്ധപ്പെട്ട ആളുകളാണ്. വിൻസി ചേട്ടൻ ഇവിടുത്തെ ഈ ബോട്ടായിട്ട് ബന്ധപ്പെട്ട ഈ വ്യവസായത്തിലെ ഏറ്റവും ടോപ്പായ നമ്പർ 1 ആയ ആളാണ്. അപ്പൊ പുതിയൊരു സംരംഭത്തിലേക്ക് കൂടി കാലുവെക്കല്ലേ മുന്നോട്ട് വരെയാണ്. അപ്പൊ എന്താണ്? അതായത് എൻ്റെ പേര് തമ്പി. ഞാനിവിടെ മിനി ഹാർബർ മുൻപ് മിനി ഹാർബറിൽ തരകനാണ്. ഇപ്പം ഞങ്ങൾ തര അസോസിയേഷൻ്റെ പ്രസിഡൻ്റാണ്. ഞങ്ങളുടെ ട്രഷററാണ് പുള്ളി അവിടെ വർഷങ്ങളായിട്ട് ഈ സംരംഭമായിട്ട് ബന്ധപ്പെട്ട ഒരാളാണ്. പുള്ളിക്ക് സ്വന്തമായിട്ട് 5, 6, 7 ബോട്ടുകളും ഉണ്ട്. അപ്പൊ ഈ പ്രസ്ഥാനത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മള് കൂട്ടായ സംരംഭം, അതായത് ഇത് വൻ ലാഭകരം എന്ന് പറയാവുന്ന ഒരു ബിസിനസ് ഒന്നും അല്ല. എങ്കിൽ കൂടി നമ്മളുടെ ഒരു കൂട്ടായ സംരംഭത്തിലൂടെ പലരും മുതൽ മുടക്കി
വളരെയധികം കഷ്ടപ്പാടുകൾ കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു വ്യവസായമാണത്. പ്രത്യേകിച്ച് ഇതിപ്പോ നമ്മുടെ നിലവില് നമ്മുടെ നാട്ടിലെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വ്യവസായമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് ആളുകൾ മുന്നോട്ട് വരുന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൊഴിലാളികളെ കിട്ടുന്നതിന് വളരെയധികം ബുദ്ധിമുട്ടുകളുണ്ട്. ഇപ്പൊ തമിഴ്നാട് ഹിന്ദിക്കാർ, അതായത് ഒഡീഷ, നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകളെ വെച്ചിട്ടാണ് നമ്മളിത് ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് തന്നെ വളരെ ബുദ്ധിമുട്ടിക്കൊണ്ടാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇതില് മുതൽ മുടക്കെന്ന് പറയുന്ന ആ സംഭവം, അതായത് നമ്മൾ മുതൽ മുടക്കുന്ന പൈസ നമുക്ക് കിട്ടാനുള്ള സാഹചര്യങ്ങൾ വളരെ കുറവാണ്. എന്നിരുന്നാൽ പോലും ഇത് നാമാവശേഷമാകാതിരിക്കാൻ നമ്മളുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം ഇതാണൊരു വ്യവസായം. അത് നമ്മൾ നിലനിർത്തിക്കൊണ്ട് പോകാൻ വേണ്ടിക്കൊണ്ടാണ് ഇത് നമ്മൾ പലരായിട്ട് പല സാമ്പത്തികം മുടക്കിക്കൊണ്ട് ഈ ഒരു സംരംഭം നിലനിർത്തിക്കൊണ്ട് പോകുന്നത്. അതുകൂടാണ്ട് നമ്മുടെ നാട്ടിലെ ഒരുപാട് തൊഴിലില്ലായ്മകളൊക്കെ പരിഹരിച്ചുകൊണ്ടല്ലേ? തീർച്ചയായിട്ടും. ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്ന് പറയുന്നത് ഞങ്ങൾ മാത്രമല്ല ഇതുകൊണ്ട് ജീവിക്കുന്ന പല വ്യക്തികളുണ്ട്. ഇതില് സഹായിക്കാൻ വരുന്ന വ്യക്തികളുണ്ട്, ഐസുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തികളുണ്ട്, ഡീസല്, പിന്നെ ലോഡിംഗ് തൊഴിലാളികള്, അതായത് ആയിരക്കണക്കിന് ആളുകൾ ഇതുകൊണ്ട് ജീവിക്കുന്നവരാണ്. ഈ മുനമ്പം മേഖലയെ സംബന്ധിച്ചിടത്തോളം ഈ ബോട്ട് പ്രസ്ഥാനം നിലനിൽക്കുന്നതുകൊണ്ട് ആയിരക്കണക്കിന് ജനങ്ങൾ ജീവിക്കുന്നുണ്ട്. മനസ്സിലായോ? ഇപ്പൊ ഈ അതെ, ഇതില് ഇപ്പൊ ഒരു ബോട്ടിനെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞാൽ 15 മുതൽ 20 തൊഴിലാളികൾ വരെയാണ് ഇതിൽ പോകുന്നത്. അതിന് ഇതെന്ന് പറയുന്നത് നമ്മളിപ്പോ കടലിൽ പോയി പഴയ പോലെ അല്ല. ഡീസലിനും അതിനൊന്നും നമുക്ക് സബ്സിഡികളില്ല. ഡീസലൊക്കെ എന്ന് പറയുന്നത് നമ്മളിപ്പോ 95 ഏകദേശം 100 രൂപ അടുക്കെ ഡീസലിന് വിലയുണ്ട്. അതൊക്കെ അടിച്ചിട്ട് നമ്മൾ പോയി വന്നു കഴിഞ്ഞാൽ തുച്ഛമായ ലാഭം എന്ന് പറയാനില്ല. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 18 കുടുംബം രക്ഷിച്ചുകൊണ്ട് പോകുന്ന ഒരു ബോട്ടാണ്. തീർച്ചയായിട്ടും 18 മാത്രമല്ല, അതിൽ കൂടുതൽ 18 സഹായികള് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു 10-25 കുടുംബങ്ങൾ ജീവിക്കുന്നത്. ഒരു ബോട്ടിനെ സംബന്ധിച്ചിടത്തോളം 10-25 കുടുംബങ്ങൾ ജീവിക്കുന്നു. ലാഭത്തിനേക്കാളും കൂടുതലായിട്ട് ഏറ്റവും വലിയൊരു കാര്യം അതെ, ഇതൊരു തൊഴിൽ സംരംഭം. അതായത് ഈ പറഞ്ഞ പോലെ 10-25 കുടുംബങ്ങൾ ജീവിച്ചു പോകുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അപ്പൊ ലാഭം എന്നുള്ളതിനേക്കാൾ ഉപരി ഒരു ജീവിത വരുമാനം എന്നുള്ളതേ ഇതിന് പറയാൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങളുടെ ഈ ബോട്ടിന് എന്റെ എല്ലാവിധ വിജയാശംസകളും. ജയിച്ച് മുന്നോട്ട് പോട്ടെ ഞാൻ ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച്. ബോട്ടിന് പുതിയതായിട്ട് പണികഴിപ്പിക്കാൻ വേണ്ടി പണം മുടക്കിയ ഇതിന്റെ ഉടമകളായ ആൽബി, ലിജോ, പിന്നെ തരകൻ, ഞങ്ങളുടെ പ്രസിഡന്റ് കൂടിയായ തമ്പി, മേശ്ശേരി, ഈ ബോട്ട് ഇങ്ങനെ ഇത്രയും നല്ല ഭംഗിയായിട്ട് പണി ഇറക്കാൻ സാധിച്ചതിന് ഇതിന് മെയിനായിട്ട് പ്രവർത്തിച്ച ബാബു പരുത്തിക്കാടൻ, പിന്നെ മേശ്ശേരി, പിന്നെ ഇതിനകത്ത് ഒട്ടനവധി ഇത് വർക്ക് ചെയ്യാൻ വേണ്ടി ഒട്ടനവധി തൊഴിലാളികൾ ഇതിനു വേണ്ടി മരപ്പണിക്കാർ, ഇരുമ്പ് പണിക്കാർ, ഫൈബറുകാർ, പെയിന്റിങ്ങുകാർ, ഒട്ടനവധി ആളുകൾ ഇതിനു വേണ്ടി വളരെയധികം 3-4 മാസമായിട്ട് നല്ല പ്രയത്നം ഇതിനകത്ത് അവർ ചെയ്തിട്ടുണ്ട്. അവരെല്ലാവരും ബോട്ടിൽ പോകുന്ന തൊഴിലാളികൾ ഒരു ബോട്ട് മുടക്കണമെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു കാശ് വേണം. ആ കാശ് ബോട്ട് ഇറക്കി കഴിഞ്ഞാൽ ആ കാശിന്റെ ലാഭം വെച്ച് നോക്കാനാണെങ്കിൽ ബോട്ട് ഓടിക്കാൻ പറ്റില്ല. പിന്നെ ഇവിടെ ഈ പ്രദേശമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കാൻ വേറെ തൊഴിലൊന്നും പഠിച്ചിട്ടില്ല. മറ്റൊരു തൊഴിൽ പഠിക്കാത്തതുകൊണ്ട് ഈ തൊഴിലേക്ക് തന്നെ ഈ പൈസ മുടക്കി ഒരു ജീവിതമാർഗം എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. മുതൽ മുടക്കിനനുസരിച്ചുള്ള ഒന്നും കിട്ടൂല. പിന്നെ ഇത് ഒരു ബോട്ട് കടലിൽ പോയി വന്നെങ്കിൽ നല്ലൊരു ചെലവുണ്ട്. അതുപോലെ തന്നെ ഒരു ബോട്ട് കടലിൽ പോയി വന്നു കഴിഞ്ഞാൽ ഒട്ടനവധി ആളുകൾ, നമുക്ക് പോലും ഒരു കണക്ക് പറയുകയാണെങ്കിൽ ശരിക്കും നല്ലൊരു എണ്ണം ഒരുപാട് ആളുകൾ ജീവിക്കണാണ്. നമ്മുടെ മുൻപം മാത്രമല്ല, ഈ ചരക്കാട്ട് പുറത്തോട്ട് പോയാലും ഒരുപാട് എക്സ്പോർട്ടിങ് കാര്യങ്ങൾ, സർക്കാരിന് ലാഭങ്ങള്. ഒരു വോട്ടോടമക്ക് പൈസ മുടക്കിയാണ് അവന് കയ്യിൽ നിന്ന് പോയിട്ടുണ്ടാവും. അപ്പൊ ഒട്ടനവധി തൊഴിലും പൈസ മുടക്കി ഇതിനകത്ത് പ്രവർത്തിച്ചാല് ഒരുപാട് തൊഴിലും ഉള്ള കാര്യങ്ങളാണിത്. അപ്പൊ ഈ ബോട്ട് നല്ല രീതിയിൽ ഇറങ്ങി പോകുന്നതിന് വേണ്ടി ഇതിനു വേണ്ടി പ്രവർത്തിച്ച എല്ലാവർക്കും ദൈവം നല്ല ധാരാളം അനുഗ്രഹം കൊടുക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. അപ്പൊ നമ്മുടെ ബോട്ട് വെഞ്ചരിക്കാനായിട്ട് അച്ഛൻ വന്നിട്ടുണ്ട്. പിതാവായ ദൈവമേ, 2-3 പേർ അങ്ങനെ നാം ഒരുമിച്ച് കൂടുമ്പോൾ അവരുടെ മധ്യ അങ്ങുണ്ടായിരിക്കും എന്ന് അറിയിച്ചിട്ടുണ്ടല്ലോ. കൃത്യമായ സാന്നിധ്യം ഞങ്ങളിപ്പോൾ സമയം ആഗ്രഹിക്കുകയാണ്. പ്രത്യേകിച്ച് ഞങ്ങളുടെ ഈ സ്വപ്നത്തിന്റെ സാക്ഷാത്കാരം ഇവിടെ പൂർത്തീകരിക്കുമ്പോൾ അതിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഈ ബോട്ടിനെയും ഇതിനു വേണ്ടി പ്രയത്നിച്ചവരെയും നന്ദിയോടുകൂടി ഓർക്കുകയാണ്. കൃത്യമായ സംരക്ഷണത്തിന് ഞങ്ങൾ ഈ സമയം ഞങ്ങൾ
നന്ദി പറയുന്നു. ഇനിയും അവരുടെ അനുഗ്രഹം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സഹ്യോൻശാലി പ്രാർത്ഥിച്ചിരുന്ന ശിഷ്യന്മാരുടെ മേലെ അവിടെ ആത്മാവിനെ ശക്തിപ്പെടുത്തിയതുപോലെ ഈ സമയം അവിടെ ആത്മാവിനെ ശക്തിപ്പെടുത്തുന്ന പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കൊന്നു ചേർന്ന് പരിശുദ്ധാത്മാവിന്റെ ഗാനം ഏറ്റുപാടാം. പരിശുദ്ധാത്മാവേ നീ എഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ, ദിവ്യദാനങ്ങൾ ചിന്തിയെന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. സ്വർഗവാതിൽ തുറന്നു ഭൂമി നിർഗളിക്കും പ്രകാശമേ. സ്വർഗവാതിൽ തുറന്നു ഭൂമി നിർഗളിക്കും പ്രകാശമേ. അന്ധകാര വിരിപ്പു മാറ്റിടും ചന്തമേറുന്ന ദീപമേ. കേളുവാത്മാവിൽ ആശ വീശുന്ന മോഹന ദിവ്യഗാനമേ. പരിശുദ്ധാത്മാവേ നീ എഴുന്നള്ളി വരണമേ ഹൃദയത്തിൽ, ദിവ്യദാനങ്ങൾ ചിന്തിയെന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. കാരുണ്യവാനും സർവശക്തനുമായ ദൈവമേ, ജലവാഹനത്തെ കാരുണ്യപൂർവ്വം അങ്ങ് ആശീർവദിക്കണമേ. അങ്ങേ പ്രിയ മക്കളുടെ ഉപജീവനത്തിന്റെ മാർഗവും അനേകം കുടുംബങ്ങളുടെ അത്താണിയുമായ ഈ ജലയാനത്തെയും ഇതിന്റെ ഉടമസ്ഥരെയും ഇത് ജോലി ചെയ്യുന്നവരുടെയും കുടുംബാംഗങ്ങളെയും പരിശുദ്ധ മന്യമാതാവിന്റെ നീലമേലയിൽ പൊതിഞ്ഞ് സംരക്ഷിക്കണമേ. കർത്താവ് യേശുവേ, അങ്ങ് ഈ വാഹനത്തിൽ യഥാർത്ഥ അമരക്കാരനും പരിശുദ്ധ മന്യമാതാവിന്റെ അമരക്കാരിയുമായിരിക്കണമേ. ഈ വാഹനത്തിലുള്ളവകളെയും ബലകളെയും മറ്റു പണിയായുധങ്ങളെയും ആശ്വദിക്കാൻ തിരുവുള്ളമാകണമേ. ഹൃദയത്തിന്റെ 7 പുണ്യങ്ങളാലും പരിശുദ്ധമയുടെ ഹൃദയത്തിന്റെ യോഗ്യതകളാലും രത്നാവിന്റെ സംരക്ഷണത്താലും ഈ ജലവാഹനത്തെ എല്ലാവിധ ആപത്തുകളിൽ നിന്നും, യന്ത്രത്തകരാളിൽ നിന്നും, പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്നും, കാറ്റിലും കോളിലും തിരമാലകളിൽ നിന്നും കാത്തുകൊള്ളണമേ. യാനം പോകുന്ന വഴികളെയും ജലവിലങ്ങനെയും തലങ്ങനെയും മറ്റു വാഹനങ്ങളെയും അനന്തങ്ങളെയും അധ്വാനിക്കുന്ന മക്കളെയും ഈ വാഹന സഞ്ചാര വഴികളിലെ അടിയൊഴുക്കുകളെയും വികാൽമാലകളെ വിരിച്ച് സ്വർണ്ണച്ചിരങ്കയിൽ സംരക്ഷിക്കാൻ കൃപ നൽകണമേ. എല്ലാവിധ വിവത്സതകളിൽ നിന്നും ഈ വാഹനത്തെയും ഇത് നിയന്ത്രിക്കുന്നവരുടെയും പരിശുദ്ധാവിന്റെ ശക്തിയാൽ കാത്തോണമേ. ഈ വാഹനത്തിന് എഞ്ചിൻ സംബന്ധമായ കുറവുകൾ പരിഹരിക്കുകയും പ്രവർത്തക്ഷണം നൽകുകയും വിശുദ്ധ മിഖായേലിന്റെ വാളന്തി സുരക്ഷ തലത്താൽ പൊതിയുകയും ചെയ്യണമേ. കർത്താവ് ഈ വാഹനം അടിസ്ഥാനത്തിലേക്ക് നയിക്കുകയും ഇവിടെ സാമ്പത്തിക ബോധ്യം എല്ലാവരും കുറവുകൾ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ഇവർക്കേണ്ടി പ്രാർത്ഥിച്ചു കൊടുക്കുന്ന മക്കളെ ഇവരെന്നും കാത്തോളം ചെയ്യണമേ. ഒരു സ്വപ്നത്തിന് സാക്ഷാത്കാരമായിട്ട് ഈ ബോട്ട് ഇന്ന് നീറ്റിലിറക്കുമ്പോൾ പ്രത്യേകിച്ച് കൃത്യമായിട്ട് അനുഗ്രഹത്താൽ ഇവരെ നിറയ്ക്കണമേ. ഞങ്ങളുടെ പേരിന് കാരണത്തിലെ ഓരോ വിശുദ്ധരുടെ മധ്യസ്ഥത, ഞങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥന്മാരുടെ ഓരോ വിശുദ്ധരുടെയും മധ്യസ്ഥനെ സമയം യാചിക്കുകയും ചെയ്യണം. കൃത്യമായ സംരക്ഷണങ്ങൾ ഉണ്ടായിരിക്കുകയും അങ്ങയുടെ കരവലയത്താൽ ഞങ്ങളെന്നും പൊതിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുള്ളണമേ. അങ്ങ് വിശുദ്ധ കുരിശനാല അപ്പൊ നമ്മുടെ ബോട്ട് ഇറങ്ങാൻ പോകണ്ട, നീര് തുട എന്നാണ് പറയാ. അപ്പൊ അതിലേക്ക് കിടക്കാണ്, അതിന്റെ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ചെയ്തോണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഇറങ്ങും. ആ ബോട്ട് ഇറങ്ങി തുടങ്ങിയിരിക്കുന്നു. നമ്മുടെ ഈ ബോട്ട് നീരണിയുന്നത് കാണാൻ വന്നിട്ടുള്ള എല്ലാവരും അതിൻ്റെ മുന്നിലുണ്ട്. അപ്പം അവര് അതിൻ്റെ മുതലാളിമാരും ഇതിൻ്റെ വർക്കേഴ്സ് എല്ലാവരും കൂടി ചേർന്നിട്ട് മുന്നിൽ നിന്നും പതുക്കെ ബോട്ടിനെ തള്ളുന്നുണ്ട്. ജലത്തിലേക്ക് പതുക്കെ തള്ളിയാണ് കൊണ്ടുവരുന്നത്. ആ രീതിയിലാണത് ട്രോളിയൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ
അവര് പതുക്കെ തള്ളുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പതുക്കെ പതുക്കെ നമ്മുടെ ബോട്ട് വെള്ളത്തിലേക്ക് വരുന്നതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. കണ്ടില്ലേ, അവരെല്ലാവരും ഒരു കൈ ഒന്നിച്ച് ഒരു മനസ്സോടുകൂടി തള്ളുന്നുണ്ട്. ആ ബോട്ട്, നമ്മുടെ ബോട്ട് ഇങ്ങനെ വെള്ളത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അതിൻ്റെ ഒരു സ്ലോപ്പ് ഉണ്ട്. ആ സ്ലോപ്പിൽ വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ബോട്ട് വെള്ളത്തിലേക്ക് ഇറങ്ങി പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അത് ഏതാനും നിമിഷത്തിനകം നമുക്കിപ്പോൾ തന്നെ കാണാൻ പറ്റും. ഇതൊരു അടിപൊളി, ഒരു മനോഹരമായ ഒരു കാഴ്ചയാണ്. അതുപോലെ തന്നെ ഒരുപാട് പേരുടെ ജീവിതമാർഗമാണ്. ഇതിന് പണം മുടക്കിയിട്ടുള്ള ഒരുപാട് നല്ല മനസ്സുള്ള ആളുകൾ ഇവിടെ ഉണ്ട്. അപ്പോൾ അവർ പറഞ്ഞത് നമ്മൾ കേട്ടാണ്. സാധാരണക്കാരായ ജനങ്ങൾക്ക് അവരെ കുടുംബം കഴിയാനുള്ളൊരു ജോലി മാർഗം കൂടിയാണ് അവർ ഇത്രയും പൈസയൊക്കെ മുടക്കിയിട്ട് അവർ ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് ഈ ബോട്ട് ഇറങ്ങുമ്പോഴുള്ള എല്ലാ ദൈവാനുഗ്രഹങ്ങളും എല്ലാവരും നമ്മുടെ പ്രാർത്ഥനയൊക്കെ നമുക്ക് അവർക്ക് വേണം. അപ്പോൾ ഒരു വലിയൊരു സംരംഭം തന്നെയാണ്. ഇതുപോലുള്ള ഒരുപാട് സംരംഭങ്ങൾ നമ്മുടെ കേരളത്തിൽ ഉണ്ടാവട്ടെ. ഇത് നമ്മുടെ കൊടുങ്ങല്ലൂരിന് തൊട്ടടുത്തുള്ള മാലിയങ്കരയിലാണ്. അപ്പോൾ അത് കണ്ട ബോട്ട് ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് സ്പീഡ് കൂടിയിട്ടുണ്ട്. അത് ഏതാനും നിമിഷത്തിനകം നമ്മുടെ ബോട്ട് വെള്ളത്തിലേക്ക് ഇറങ്ങുന്നതാണ്. നീരണിയുക എന്നാണ് അവിടെ പറയുന്നത്. അപ്പോൾ നീരണിയാനായിട്ട് ഏതാനും നിമിഷങ്ങൾ അതാ ബോട്ട് നീരണിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. കണ്ട, ഒറ്റ സ്പീഡിൽ ബോട്ട് അങ്ങോട്ട് പോവുകയാണ്. അതിൻ്റെ ബോട്ടിൻ്റെ ഉള്ളിലൊക്കെ ഒരുപാട് അവരുടെ തൊഴിലാളികളൊക്കെ ഒരുപാട് പേര് ബോട്ടിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ. ഒരു പ്രശ്നമില്ലാണ്ട് അടിപൊളിയായിട്ട് ബോട്ട് ഇറങ്ങി കഴിഞ്ഞിരിക്കുന്നു. ബോട്ട് മനോഹരമായൊരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടത്. ഞാൻ നിങ്ങൾക്കൊരു നല്ലൊരു കാഴ്ച സമ്മാനിച്ചു എന്ന് എനിക്കൊരു വിശ്വാസമുണ്ട്. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ഒക്കെ കാണാൻ മറക്കരുത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളതിൻ്റെ കമൻറ്റും കാര്യങ്ങളും എന്നെ വ്യക്തമായിട്ട് അറിയിക്കണം. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടി ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ നിങ്ങൾ മറക്കരുത്. നിങ്ങളുടെ ലൈക്ക് എനിക്ക് ആവശ്യമാണ്. ഇനിയും ഇതുപോലുള്ള നല്ല വീഡിയോസുകളും കണ്ടൻറ്റുകളും ഒക്കെ എനിക്ക് കിട്ടുകയാണെങ്കിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാനും തീർച്ചയായിട്ടും ഞാൻ ആ വീഡിയോ എത്ര റിസ്ക് എടുത്താണെങ്കിലും പോയിട്ട് ചെയ്യാൻ ഞാൻ ബാധ്യസ്ഥനാണ്. കാരണം കൂടുതൽ ആളുകൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തുടങ്ങിയിരിക്കുന്നു. എൻ്റെ വീഡിയോസ് ഇഷ്ടമാണെന്ന് പലരും എന്നോട് പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു കമൻറ്റുകളിലൂടെ. അപ്പോൾ ഞാൻ കൂടുതലും ഇപ്പോൾ വീഡിയോകളെ സ്നേഹിക്കാൻ തുടങ്ങുന്നു. ഇനിയും നല്ല നല്ല വീഡിയോകളായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് വരുന്നവരെ എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും ഒരു ന്യൂ ഇയർ ആശംസകൾ, പുതുവത്സരാശംസകൾ ഞാൻ നേരുകയാണ്.